ഫ്രഷ് അയില ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല തേങ്ങ അരച്ച് അയിലക്കറി ഉണ്ടാക്കാം. നമ്മൾ അയില മുറിച്ചെടുത്തിട്ടുണ്ട്. മീൻ കറി വെക്കുന്ന കൂട്ടത്തിൽ ഫ്രൈ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഈ സൗണ്ട്. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ അരച്ച അയിലക്കറിക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. തക്കാളിയും പച്ചമുളകും ഇഞ്ചി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഉള്ളിയൊന്നും കൂട്ടുന്നില്ല. കൂട്ടത്തിൽ അതിനുള്ള ആവശ്യത്തിനുള്ള മസാലകളോട്. പിന്നെ മീൻ കറി വെക്കുമ്പോൾ മീൻ മസാല ഞാൻ ചേർക്കാറില്ല കേട്ടോ. അതിവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മീൻ മസാല ഞാൻ ചേർക്കാറുമില്ല. അപ്പോൾ നമ്മുടെ മീനിൽ തക്കാളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി മുറിച്ച് വന്നിട്ട് ഇട്ടെടുക്കാം. നുള്ള മഞ്ഞൾപ്പൊടി, നുള്ള കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ എടുക്കാം മുളക് പൊടി. ആവശ്യത്തിന് കൂടി ചേർക്കുക. ആവശ്യത്തിനുള്ള പുളി ചേർത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു മസാലേൻ്റെ ഇതാണ്. അതിൻ്റെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അല്പം വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഞാനത് വിട്ടുപോയി. ഇത് കറിവേപ്പിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതിനായി തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു നുള്ളു ജീരകം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി
നമുക്കതിലേക്ക് ഉള്ളി താളിച്ചൊഴിച്ച് കൊടുക്കാം. ഈ മീൻ കറിയിൽ ഉള്ളി താളിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിയിലേക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.